ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ സംഭവിച്ചിരിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയൂ ജോർജ്. സർ, ഈ ലാപ്ടോപ്പ് വിതരണ ഇടപാടിൽ എന്തോ കാര്യമായ തിരിമറികൾ നടന്നിട്ടുണ്ട് സർ. തിരിമറികൾ എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ? സർ, ഇടനില നിന്നവരാരോ ഇതിൽ കളിച്ചിട്ടുണ്ട്. എന്നുവെച്ചാ അഴിമതി നടത്തിയിട്ടുണ്ടാവാം. ഇടനില നിന്നവരോ? അതെ സർ. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫയൽ. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഫയലാണ്. പല അഴിമതി ആരോപണങ്ങളും വരാൻ വഴിയുള്ള ഫയലായതുകൊണ്ട് വളരെ ശ്രദ്ധ വേണം. കാരണം ഈ ലാപ്ടോപ്പുകളൊന്നും മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടാത്തതാണ്. കുട്ടികൾക്ക് ആദ്യ റൗണ്ടിൽ വിതരണം ചെയ്ത ലാപ്ടോപ്പുകളെല്ലാം തന്നെ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഉണ്ടായി. അതുമാത്രമല്ല, ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോ ചില ലാപ്ടോപ്പുകൾ പൊട്ടിത്തെറിച്ചു. വാട്ട്? അതെ സർ, 2 കുട്ടികൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? പൊള്ളലേറ്റ ഒരു കുട്ടിയുടെ അച്ഛൻ സാറിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നോർത്ത് ഭാഗം മണ്ഡല പ്രസിഡന്റാണ് സർ. അതാരാ? അദ്ദേഹം സാറിനെ കാണാൻ പുറത്ത് കാത്തിരിപ്പുണ്ട്. അദ്ദേഹത്തെ വിളിക്കൂ. മിസ്റ്റർ ശ്രീകണ്ഠൻ, അകത്തേ കയറി വരൂ. നമസ്കാരം സർ. നമസ്കാരം. ഇരിക്കൂ. വേണ്ട സർ. മോനാണോ മോൾക്കാണോ പൊള്ളലേറ്റത്? മോൾക്കാണ് സർ. കുട്ടി ഇപ്പോ ഹോസ്പിറ്റലാണോ? അല്ല, ഇപ്പൊ വീട്ടിലുണ്ട്. എന്നാലും അപകടം തന്നെയല്ലേ? സാർ, ഞാൻ വന്നത് എന്റെ കുഞ്ഞിന് പൊള്ളലേറ്റത് പരാതി പറയാനല്ല. ഇത് നമ്മുടെ പ്രസ്ഥാനത്തിന് തന്നെ നാണക്കേടല്ലേ സാർ? അതെ ശ്രീകണ്ഠ. സാർ, ഇത് മീഡിയ ചോർത്തിയെടുത്ത് പുറത്തു കൊണ്ടുവരും. പിന്നെ വലിയ കോലാഹലം ഉണ്ടാവും. പ്രതിപക്ഷത്തിന് ഇത് വലിയ ആയുധമാണ് സാർ. അവർ സാറിനോട് രാജി ആവശ്യപ്പെടും. യാതൊരു സംശയവും വേണ്ട. ജോർജ് ഒരു കാര്യം ചെയ്യും. സർ, എല്ലാ സ്കൂളുകളിലും ഈ ലാബ് വിതരണം കഴിഞ്ഞായിരുന്നോ? ഇല്ല സർ, ഒരു 10% വിതരണമേ നടന്നിട്ടുള്ളൂ. വിതരണം ചെയ്ത എല്ലാ ലാപ്ടോപ്പുകളും തിരികെ വാങ്ങാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? അതിനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ ആലോചിക്കുക. വി നീഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഇമ്മീഡിയറ്റ്ലി. യെസ് സർ. ശ്രീകണ്ഠ വരൂ. സർ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് ചെയ്യണം? നീ എന്തെങ്കിലും ഒന്ന് പറ മോളെ. ഞാൻ എന്തു പറയാനാ? അവള് ഗർഭിണിയായാലും ഇനി കുഞ്ഞിനെ പ്രസവിച്ചാലും എനിക്കൊന്നുമില്ല. അവള് പ്രസവിച്ചോട്ടെ, പക്ഷെ എന്റെ മകന്റെ കുഞ്ഞിനെ അങ്ങനെ പ്രസവിക്കണ്ട. എന്റെ മകളുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് എന്റെ മകന് തട്ടിയെടുക്കാൻ അങ്ങനെ നോക്കണ്ട. അങ്ങനെ എന്നെ എന്റെ മകളെയും തോൽപ്പിക്കാൻ ആരും നോക്കണ്ട. ഞാൻ അതിന് സമ്മതിക്കില്ല. അമ്മ ഒരു അമ്മൂമ്മയാവാൻ പോവാ. അമ്മേ, ശ്രീലക്ഷ്മി പ്രഗ്നന്റ് ആണ്. ഇവളോടൊന്നും ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇവളുടെ മനസ്സിപ്പോഴും ആ നാശം പിടിച്ചവന്റെ പിറകില.